നമുക്കൊരു അവിഹിത കഥ പറയാം. അതായത് ഉത്തമ ഒരു അഭിഹിതമാണ്. ആണോന്ന് വെച്ചാൽ ആണ്. അവർക്ക് ഹിതം, നമുക്ക് അവിഹിതം, അത്രയേ ഉള്ളൂ. വാസ്തവത്തിൽ ഈ അവിഹിത കഥ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും കൂട്ടരെ, ഞെട്ടിപ്പോവും. ഞാൻ 5-6 വട്ടം ഞെട്ടി. ഇനിയിപ്പം ഞെട്ടാൻ വയ്യ. 5-6 വട്ടം ഞാൻ ആൾറെഡി ഞെട്ടിക്കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഈ നമ്പ്യാർ കുട്ടി, ആ പെണ്ണ് നമ്പ്യാരത്തിയാ. ഇത് ഇസ്ലാം ആകാതിരുന്നത് എന്തോ പുണ്യമായി. ശിവനേ രക്ഷപ്പെട്ട്. ഇതെങ്ങാണോ ഒരു മേത്തനായിരുന്നെങ്കിൽ ഒന്നും പറയണ്ട. മേത്തച്ചിയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. മലം TV അവിടെ ഒരു ക്യാമറ കൊണ്ടുവയ്ക്കും. വേശ്യാനെറ്റ് അപ്പുറത്തൊരു ക്യാമറ കൊണ്ടുവയ്ക്കും. അവരൊരു മാസത്തേക്ക് ക്യാമറ അവിടെ വെച്ചേക്കും. ഇവൾ പോയ വഴി വന്ന വഴി അവൾ കഴുകി ഉണക്കാനിട്ട പച്ച ചട്ടി തുടങ്ങി. എൻ്റെ പൊന്നോ, അപ്പൻ അപ്പൂപ്പൻ അപ്പാപ്പൻ കുഴി കിടക്കുന്ന ആണ്ടപ്പൂപ്പൻ വരെ എഴുന്നേറ്റ് വരും. അമ്മാതിരി ചരിത്രങ്ങളും കഥകളും വിവരിച്ച് വർണ്ണഘോഷയാത്രയാണ്. ഇതിപ്പോൾ ആരാ മരിച്ചേ? ജില്ലാ കമ്മിറ്റി. ഏതിൻ്റെ? FCPക്കാരി, BJPയുടെ ജില്ലാ കമ്മിറ്റിക്കാരിയായ നമ്പ്യാരുകുട്ടിയുടെ ഭർത്താവാണ് മരണപ്പെട്ടത്. കൊന്നതാരാ? നമ്പ്യാര് ചേച്ചിയുടെ കാമുകനല്ല. രണ്ടും കൂടെ ഒന്നിച്ച് പിടിച്ചതാ. അവിടെ വെച്ച് പ്രണയമായിരുന്നു. പ്രണയം മൂത്ത് 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 അവൾ പോയി വേറൊരുത്തനെ കെട്ടി. പ്രണയം മൂത്ത് 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 ഇവൻ ക്രോണിക് ബാച്ചിലറായിട്ട് അവിടെ നിന്നു. പക്ഷേ ഇവൻ്റെ മനസ്സിൽ അവളുണ്ടായിരുന്നു. ആ പഴയ പ്രണയം അങ്ങനെ പൊടിമീക്കി വിട്, അതൊന്നും വേണ്ട, നമുക്കതൊന്നും അറിഞ്ഞിടാത്ത കാര്യം. ഏതായാലും ഇവർ രണ്ടുപേരും നല്ല പ്രണയത്തിലായിരുന്നു. ആ പ്രണയം ഇങ്ങനെ കോൾമേയർ കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവളെ വേറൊരുത്തൻ കെട്ടിക്കൊണ്ടുപോയി. പക്ഷേ കെട്ടിക്കൊണ്ട് പോയതിൻ്റെ അടുത്ത് അവൻ പറഞ്ഞു, മര്യാദയ്ക്ക് നോക്കിക്കോണം, അന്തസ്സായിട്ട് നോക്കിക്കോണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ തട്ടുവന്നു പറഞ്ഞിട്ട് അവൻ കേൾക്കാത്തതുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. എടാ മര്യാദയ്ക്ക് നോക്കൂലടാ നീ എൻ്റെ പെണ്ണും പിള്ളയാ, എന്താ നിന്നെ ഞാൻ തട്ടുവെന്നും പറഞ്ഞു. അവനെ പോയി വെടിവെച്ച് അങ്ങോട്ട് കൊല്ലായി. നമ്പ്യാരുട്ടിയാ, ഉയർന്ന കുല ജാഥയാ. എന്തുവാ നടക്കുന്നത്? ഈ കൊന്നവനാരാണെന്നറിയാം? CPM കാരനാ. ഇതിനകത്ത് രാഷ്ട്രീയല്ലേ? CPM കാരൻ BJPക്കാരിയുടെ ഭർത്താവിനെ കൊന്നു. നല്ലൊരു രാഷ്ട്രീയ ചാൻസ് ഉള്ളതല്ലേ? പക്ഷെ ഒരു മെയിൻ സ്ട്രീം മീഡിയകളും ഇതെടുത്തില്ല, ചർച്ചയില്ല. അന്തി ചർച്ചയ്ക്ക് വരേണ്ട ഒരു മെയിൻ സന ഇതിനകത്തുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇവർ ചർച്ചയ്ക്ക് എടുത്തില്ലെന്നാണ് എൻ്റെ ഡൗട്ട്. ഇതൊക്കെ ചർച്ചയ്ക്ക് എടുക്കണ്ടേ ഗോപാല? ഇതൊക്കെ ചർച്ചയ്ക്ക് എടുക്കേണ്ട സാധനമാണ്. കൊന്നവനും ചത്തവനും ഹിന്ദുക്കളാ, കുഴപ്പമില്ല. ഇതൊരു മുസ്ലിമായിരുന്നെങ്കിൽ പ്രശ്നം. അവൻ എവിടുന്ന് കഞ്ചാവ് കിട്ടി? അവൻ MDMA എവിടുന്ന് കിട്ടി? ഉസ്താദ് പഠിപ്പിച്ചതിൻ്റെ കുഴപ്പമാണ്. ഇവൻ മദ്രസയിൽ പോയതാണ്. ഇവൻ മദ്രസ പൊട്ടനാണ്. എന്തിനധികം 1400 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട് മരിച്ചുപോയ മനുഷ്യനെ വരെ എടുത്തു വെച്ച് ഉരുട്ടു. വിടുവോ? ഇതൊരു പ്രശ്നമായിട്ട് നമ്മൾ പരിഗണിക്കുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു ഗോൾ അടിച്ച് ആരെന്നറിയാമോ? ഇവളും ലസീത പാലിക്കയും കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട്. ഇത് എടുത്തിട്ടിട്ട് അതിന് ഞാൻ ഇപ്പോൾ കാണുന്ന കണക്ക് ഇതുപോലെ ആക്കി അങ്ങോട്ട് പബ്ലിക്കിലിട്ട്. അപ്പോൾ എല്ലാവരും വിചാരിച്ച് ലസീതയുടെ ആളാണെന്ന്. ലസീത പാലിക്കലും ഇതുപോലെയാണ്. അവൾ ഒരു കമ്മിറ്റി ഓഫീസറുകാരിയാണ്. ഏത് BJPയുടെ. കെട്ടിയവനെന്ന് പറയുന്ന CPM കാരനാണ്. ഏത്? അപ്പോൾ അതാണെന്ന് വിചാരിച്ച് ലിംഗം കൊട്ടുത്ത് ഈ ലസീതയുടെ ഭർത്താവിനെയാണ് കൊന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് റൂമറൊക്കെ നടന്നു. അവസാനം പുള്ളിക്കാരത്തി വന്നൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞു, നോ മൈ ഹസ്ബൻഡ് ഈസ് എലൈവ്. അല്ല, ഇപ്പോൾ കാമുകരുണ്ടായില്ലെന്നും ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല, ചുമ്മാ എന്നെ അതൊന്നും പറയാൻ വരരുത്. പക്ഷെ ഇങ്ങനെയാണ് പറഞ്ഞത്. പുള്ളിക്കാരത്തി പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് ഇവിടെ സേഫാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. കാമുകനുണ്ടോ, അഭിഹിതമുണ്ടോ, അയാൾ കൊന്നോ തിന്നോ ഇല്ലെന്നോ അത് നമുക്ക് അറിയാം. ആ വിഷയം ഇത്രയേ ഉള്ളൂ. അഭിഹിത കഥയിൽ അവസാനം ചുരുളഴിഞ്ഞു ഗൈസ്. രണ്ടുപേരും തമ്മിൽ പ്രേമിക്കുന്നു, രണ്ടുപേരും തമ്മിൽ ഭയങ്കര പ്രണയമായിരുന്നു. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ചിട്ട് അവൾക്ക് വേറൊരുത്തന്നെ കല്യാണം കഴിക്കേണ്ടി വന്നു. കല്യാണം കഴിച്ചെങ്കിലും അവളുടെ ഉള്ളിൽ അവനുണ്ടായിരുന്നു. അവർ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടി. എവിടെ വെച്ചെന്നറിയാമോ? ഈ മീറ്റിംഗ് ഉണ്ടല്ലേ, ഈ 10ാം ക്ലാസ് പോയിട്ട് പഠിച്ചിട്ടൊക്കെ പോയിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് പോയവരെല്ലാവരോടും എന്ത് പൂർവ്വ വിദ്യാർത്ഥി സംഗമോ അങ്ങനെ ഏതാണ്ട് ഒരു വാഴത്തോരന. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വരുന്നതെല്ലാം മിക്കവാറും ഒക്കെ ഒളിച്ചോട്ടമാണ് നടക്കുന്നത്. പറ്റുമെങ്കിൽ അതിന് വിടാതിരിക്കുക പെണ്ണുങ്ങളാ, അല്ലെങ്കിൽ പോക്കാം. ആണുങ്ങളെയും വിടണ്ട. രണ്ടും കൂടെ പോയി അങ്ങോട്ട് മീറ്റ് ചെയ്യും. പഴയ പ്രണയമാണെങ്കിൽ ഒന്നും പറയണ്ട. മക്കളെയും കളഞ്ഞിട്ട് ഇറങ്ങിയ ഒരു ഓട്ടം അങ്ങോട്ട് ഓടും. ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോ കണ്ടിരുന്നു. അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഭാര്യയും കുട്ടികളും ഉള്ളവരുത്തനും ഭർത്താവും കുട്ടികളും ഉള്ളവരുത്തിയും കൂടെ ഇതേപോലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പോയി കണ്ടപ്പോൾ അവർ പഴയ കാലത്തെ പ്രണയം പൊടിതട്ടിയെടുത്തു. ആ പൊടിതട്ടിയെടുത്ത പ്രണയത്തിൻ്റെ പേരിൽ രണ്ടും കൂടെ ഒളിച്ചോടാനായിട്ട് ഇറങ്ങിപ്പോയി. പുതിയ വേഷമൊക്കെ കെട്ടിപ്പോയി, കല്യാണമൊക്കെ കഴിച്ചു. അവസാനം അവളെ തല്ലി കൊന്നിട്ട് അവനും നേരെ തൂങ്ങിച്ചെത്തുന്നു. ഇനി വിഷയം എന്തെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയൊക്കെ ഒരു കഥ കേട്ടു. അപ്പോൾ ഇതൊക്കെ പോയി എൻഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മളൊരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാതെ നമ്മളങ്ങനെ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ, അയാൾക്കൊപ്പം ജീവിതം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് തുടങ്ങി ജീവിക്കുക. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി പറ്റുന്നില്ലെങ്കിൽ പിടിത്ത് വിട്ടിട്ട് വന്നിട്ട് മറ്റൊരിടത്ത് പോകണം. ഈ അവിഹിതം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന സംഗതിയല്ല. ഏതായാലും ഈ അവിഹിതത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് 2 എണ്ണം തീർന്നു. ഒരെണ്ണം ജയിലുമായി, മറ്റേതായി. ഇനി അവർക്ക് വേണമെങ്കിൽ 3ാമതൊരു അവിഹിതം പിടിക്കാം.
അടുത്ത പോയിട്ട്. എന്നാലും നമ്പ്യാർ കുട്ടിക്ക് ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഓട്ടെ, നമ്മൾ വെറുതെ തല പുകഞ്ഞ് ആലോചിച്ചാൽ അതിനകത്ത് വലിയ ടെൻഷനൊന്നും കൊടുക്കണ്ട, പ്രഷർ കൊടുക്കണ്ട. ഏതായാലും ഇത് ഇസ്ലാമിയരുടെ തലയിൽ വരാതെ പോയതുകൊണ്ട് ഞാൻ സത്യമായിട്ടൊരു നെടുവീർപ്പ് അങ്ങോട്ട് വിടട്ടെ, സമാധാനമായി. ഇതെങ്ങാണ് ഒരു ഇസ്ലാം ആയിരുന്നെങ്കിൽ തീർത്തും പരാജിതരായി നിൽക്കുന്ന ഒരു വിഭാഗം ജനതയെ നമ്മൾ കാണേണ്ടി വരികയായിരുന്നു. എന്തെല്ലാം കേൾക്കണം അവറ്റോട്, പാവം. അവിഹിതം അല്ല, അന്തിച്ചർച്ചയിൽ ഇത് ഇമ്പോർട്ടൻ്റ് ഒരു സാധനമല്ലേ? ഇതെടുത്ത് വെച്ച് ചർച്ച ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ. എനിക്കതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. ഇത് ചർച്ചയ്ക്ക് വെക്കണം. ശരിയായ നടപടിയാണോ? സ്വന്തം ഭർത്താവിനെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി കാമുകനെ ഏർപ്പാടാക്കിയോ? ഇതിനിടയ്ക്ക് പെണ്ണുമ്പിളൊരു തള്ളും കൊണ്ടുവന്നു, അത് കേട്ടായിരുന്നോ? അതാണ് കോമഡി. മോർഫ് ചെയ്ത ചിത്രമാണെന്ന്. ഇവനും അവളും കൂടെ ഡിങ്കോ ഡിങ്കോ കളിക്കുന്ന ഫിലിം, ഐ മീൻ ഫോട്ടോസ് അവൻ്റെ ഫേസ്ബുക്ക് മുഴുക്കമുണ്ട്. അവൾ പറയല്ലേ അത് മുഴുക്കം മോർഫ് ചെയ്തതാണെന്ന്. അപ്പം പിന്നെ അതിനും കമൻ്റ് ഇട്ടിട്ടുണ്ട് ആൾക്കാർ. പിന്നെ അച്ചസഡ് അവളെ മുറുക്, കയ്യിലെ മറുക് ഉൾപ്പെടെ എങ്ങനെ മോർഫ് ചെയ്യാനും പറ്റും, ആരെ കൊണ്ട് പറ്റും? പിന്നെ പ്രത്യേകം പിന്നിലുള്ള മതിൽ, ആ കട്ടിൽ, അത് അവളെ വീട്ടിലുള്ള അതേ കട്ടിലിൽ തന്നെ ഇരുത്തി ഫോട്ടോ എടുത്തിരിക്കണം. അപ്പം എജ്ജാതി ഫോട്ടോ ആണെന്ന് ഓർമ്മ വന്നില്ലേ? അഴിച്ച് ആടി അഴിഞ്ഞുലഞ്ഞാടി ജീവിച്ച ഒരു സ്ത്രീക്ക് ഇതാണ് നഷ്ടം വരിക. സമൂഹത്തിൽ അവൾക്ക് ഇനി എന്ത് വാല്യൂ ഇവനറിയാം. ഭർത്താവും പോയി, ഈ കാമുകൻ ലൈനകത്ത് പോയി കിടക്കുന്നു. നിനക്ക് വേണ്ടെങ്കിൽ എടിയോ ആ പാവപ്പെട്ടവനെ പിരുത്ത് വിട്ടിട്ട് എവൻ്റെ കൂടെ ഇറങ്ങിപ്പോയിക്കൂടായിരുന്ന, അവൻ തന്നെ നിന്നെ തോട്ട വെച്ച് വെടിവെച്ചങ്ങ് കൊന്നു തീർത്തേനെ. തലയ്ക്ക് വെളിവില്ലാത്ത കഞ്ചാവടിച്ച് നടക്കുന്ന കഞ്ചാവ് രാമന്മാരെ കൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടാണ്. നീ ഇവളെ ഞാൻ വെളുപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വരല്ലേ, ഞാൻ വെളുപ്പിക്കാനൊന്നും വന്നേല്ല. സംഗതി അവിഹിതം തന്നെ, കൈവിട്ടുപോയി. അവിഹിതത്തിൻ്റെ അങ്ങേയറ്റത്തെ ഗോളത്തിൽ. അല്ല, എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമേ, ഇവൻ അവൻ്റെ കൂടെ പറഞ്ഞെന്ന് നീ എൻ്റെ പെണ്ണെ തുടരുമോ? കല്യാണം കഴിച്ച ഭർത്താവ് തൊടാതെയൊക്കെ ഇരിക്കാൻ പറ്റും? അങ്ങനെ ഇവൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവളെന്തോ പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഇവർ തമ്മിൽ വേറെ ഒന്നും ഇല്ല എന്നോ മറ്റോ ആയിരിക്കാൻ സാധ്യതയില്ലേ? കൊച്ചുങ്ങളുണ്ടായില്ലേ എന്തോ. എന്തായാലും അനാഥരായി പിള്ളേർ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ സുഖം മൂന്നാമതൊരു അവിഹിതം റെഡിയായിക്കോ. എവളെ ഇനി അവിഹിതത്തിന് പോകുന്നവന്മാർ ഓർത്തോല്ല, അവൻ തോക്കും കൊണ്ട് ഇറങ്ങും. ജാമ്യത്തിൽ ഇറങ്ങി വന്ന് തന്നെ വീണ്ടും വെടിവെച്ചിട്ട് അവൻ അകത്ത് പോകും. അവന് മുഴുത്ത പ്രേമമാണ്, ഞരമ്പുകളിൽ പ്രേമം പിടിച്ചിരിക്കുക, ഒരുമാതിരി പ്രേമമാണ്, വിചിമ്പ്രജിച്ച പ്രേമം. ദേവി ഇത് ആ വഴിക്കേ പോകാൻ നോക്കണ്ട. അവൻ വരുമ്പോഴേക്കും ഒരു ഇൻഫർമേഷൻ എനിക്ക് തരണേ, എനിക്ക് വീഡിയോ മുക്കാനാണ്. എനിക്കെങ്ങും വയ്യ വെടിയുണ്ട് ചാവാനായിട്ട്. നന്ദി, നല്ല നമസ്കാരം. ഈ കാര്യം കുലംകുശിതമായി എടുക്കാത്ത ഇവിടെയുള്ള സർവ്വ മാധ്യമങ്ങൾക്കും എൻ്റെ പ്രതിഷേധം ഞാൻ അറിയിക്കുന്നു. നടുവിരലൊന്നും ഞാൻ തരുന്നില്ല, അതിനൊന്നും യോഗ്യത നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഇതൊന്നും വിഷയമാവത്തില്ലല്ലോ. ഇതേതെങ്കിലും മേത്തൻ്റെ അവിഹിതമായിരുന്നെങ്കിൽ നിങ്ങൾ കമന്നങ്ങോട്ട് വീണേന, മലന്നങ്ങോട്ട് കിടന്ന് ദുഃഖിയനായിരുന്നു, എന്തെല്ലാം പറഞ്ഞുണ്ടാക്കിയനായിരുന്നു. എന്തായാലും ഭാഗ്യം. അവൻ്റെ തീവ്രവാദ ബന്ധം, അവൻ സിറിയയിലേക്ക് പെണ്ണിനെ കിടത്തിവിട്ട കാര്യം, മദ്രസയിൽ പഠിച്ച കാര്യം, മുഹമ്മദ് നബിയുടെ കല്യാണക്കാര്യം, 6 വയസ്സുള്ള കൊച്ചിൻ്റെ കെട്ട് എന്ന് വേണ്ട ഇത്യാദി ബുദ്ധ്യാദി. ഇനി പറയേണ്ട ഖുർആനിലെ 30-ാം അധ്യായത്തിൽ 40-ാം റാഹത്തിൽ എന്തൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചിട്ടുണ്ടാവുമായിരുന്നു. ഏതായാലും സമാശ്വാസമായി സഹോദരങ്ങളെ, സമാശ്വാസമായി. താങ്ക് യു സോ മച്ച്.